പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. അങ്ങനെ പശ്ചാത്തപിച്ച ഒരു മോഷ്ടാവിനോട് ഒരു വാഹന ഉടമ ക്ഷമിച്ച കഥയാണിനി. നിസ്സഹായതയെ തുടർന്ന് വാഹനം മോഷ്ടിക്കേണ്ടി വന്ന ആളോട് വാഹന ഉടമ ക്ഷമിച്ചു. ഈ വാർത്തയാണ് പാലക്കാട് കണ്ണന്നൂരിൽ നിന്ന് വരുന്നത്. കണ്ണന്നൂർ സ്വദേശി ദീപുവാണ് മോഷ്ടാവിനോട് ക്ഷമിച്ചത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രവേശിൻ്റെ റിപ്പോർട്ട്. പാലക്കാട് കണ്ണന്നൂരിൽ കഴിഞ്ഞ ദിവസം രസകരമായൊരു മോഷണം നടന്നു. രസകരമായ മോഷണം എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം മോഷ്ടിച്ച ബൈക്ക് അതേ മോഷ്ടാവ് എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ഒരു കത്ത്, തനിക്കുണ്ടായ വിഷമം പങ്കുവയ്ക്കാൻ ഒരു കത്ത് അവിടെ എഴുതി വെക്കുകയും ചെയ്തു. ഇതാണ് ആ ബൈക്ക് നഷ്ടമായ ആൾ ദീപു, കണ്ണന്നൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ബൈക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനേക്കാൾ കൗതുകം ആ കത്തിൽ എഴുതി വെച്ചിട്ടുള്ള വാക്കുകളായിരുന്നു. ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്കെതിരെ കേസ് കൊടുക്കരുത്, എൻ്റെ സുഹൃത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് ഈ ബൈക്ക് എടുത്തതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ദീപുവിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് പെട്ടെന്ന് ബൈക്ക് കാണാതെയായത്. കാലത്ത് എണീച്ചപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കാരണം വണ്ടിയില്ല, ചാവിയും പ്ലസ് ഈ ലെറ്ററും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. രാവിലെ എണീച്ച് നോക്കിയപ്പോൾ അമ്മയാണ് രാവിലെ വണ്ടി എവിടെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഈ ലെറ്ററും ഈ കീയും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്ന സ്ഥലത്ത് വണ്ടിയുണ്ട്, സോറി എന്നുള്ളൊരു ലെറ്റർ മാത്രമാണ് കാലത്ത് കണ്ടത്. ആ ലെറ്റർ വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം വളരെ ചെറിയ കുട്ടിയായിരിക്കണം ചിലപ്പം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ഓഫായത് പെട്രോൾ ലേറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത. അതെ, കാരണം എന്താ പറയുക, എണ്ണ ഞാൻ 2 ദിവസം മുന്നേ അടിച്ചതാണ്. പക്ഷേ കറക്റ്റ് കോട്ടായി എത്തുന്നവരെ എത്തിക്കഴിഞ്ഞ് വണ്ടി നിന്നിരിക്കണം. അവൻ കംപ്ലൈൻ്റ് ആയി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ എണ്ണ കുറവായിരുന്നു. പിന്നെ ഒന്ന് അതന്നെ. എന്തായാലും വിശാല ഹൃദയനായ ആശാൻ പയ്യനോട് ക്ഷമിച്ചിരിക്കുന്നു. അതെ, കാരണം പയ്യനായിരിക്കും. നമുക്ക് ഇല്ലെങ്കിൽ എന്നെ അറിയണ ആരെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും ആൾക്കാരായിരിക്കും, അല്ലാണ്ട് നമുക്ക് അറിയില്ലല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്നാലും വീടിന്റെ ഉള്ളിൽ വന്നെടുത്തു എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു അത്ഭുതം പോലെ അതാണ്. കാരണം 2 പ്രാവശ്യം, ഫസ്റ്റ് ഒരു പ്രാവശ്യം വീട്ടിൽ കയറി വണ്ടി എടുത്ത് ഗേറ്റ് ക്ലോസ് ചെയ്ത് വണ്ടി എടുത്തിട്ട് പോയിരിക്കുകയാണ്. അതേപോലെ എണ്ണ കഴിഞ്ഞപ്പോൾ അതേപോലെ കീയും ഈ നോട്ടീസും ഈ ലെറ്ററും വെക്കാൻ വേണ്ടി 2ാമത് കൂടെ വന്നിട്ട് പോയിരിക്കണം. അതുകൊണ്ടാണ് നമുക്കൊരു പേടി. അല്ലെങ്കിൽ ഒരു ഇത് മോഷണം തന്നെയാണല്ലോ, മോഷണം എന്താണെങ്കിലും മോഷണം തന്നെയാണ്. അതുകൊണ്ട് വേറെ പിന്നെ ആരാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കേസ് കൊടുത്തില്ല. അതിൽ ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട് പാവപ്പെട്ടവരാണ്, കേസ് കൊടുക്കരുത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തൽക്കാലം ദീപു പരാതി കൊടുക്കുന്നില്ല. പക്ഷേ മറ്റാരെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ അവർ പരാതിയൊക്കെ കൊടുത്ത് നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കാതിരിക്കുക. കണ്ണന്നൂരിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.